ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും. മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും. അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാണ്. നീ കണ്ടോടാ മരണം ആർക്കാണെന്ന്? വടക്കുംമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം. ഒരു ചായ. മരണം ഉറപ്പ് വരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. മലയ ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കാട്ടാപ്പിള്ളി വടക്കമ്മല നാളിറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്. കലക്കി കാട്ടാപ്പള്ളി, എടാ നീ ആണാണെങ്കിൽ ഇറങ്ങി വാടാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാടോ ഈ നാഗേന്ദ്രൻ? നിന്റെ വടക്കമ്മലക്കാരാണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? ആണുങ്ങളാണ് നേരിട്ട് മുട്ടണം. നേരിട്ട് തന്നെ മുട്ടാടാ. ഇത് നിന്റെ നെഞ്ചിന് നേരെ എറിയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിർത്തിക്കോ.
ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ബയറുകീറി കോടലി പുറത്ത് വന്ന് അതിനെ പട്ടി തീട്ടിക്കും. നിൻകെ നൻപക്കെ ഗൊത്തില്ല കാട്ടുപുളി നായിന്റെ പട്ടി മോനെ. നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു. അറിയാൻ പാടില്ല, പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിയിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു. അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസനഗുഡിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയായിരുന്നു. ഇവന് കന്നഡ മാത്രമേ അറിയൂ, മലയാളം തീരെ അറിയില്ല. ആരും പോലും ഇല്ലാത്തവനാ. വീരുന്ന പേര്. ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത്. ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി. പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി. അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാ ഈ ഗ്രാമം അറിഞ്ഞത്. വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി. ഇത് അറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ഛനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി. പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുന്റെ മുന്നിലാ. രക്ഷപ്പെടാനാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി. പിറ്റേന്ന് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുദ്ദതാനെ അതന്നെ ഞാൻ കേളിത്തു. ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു. പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിൽ കൊണ്ട് തരും. അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോടവൻ ചെയ്തത്. അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാ അവൻ ജീവച്ഛവം പോലെ കടത്തിയത്. അവന്റെ ക്രൂരതങ്ങൾക്ക് കാണണ്ടേ? നോക്ക,